UDF വോട്ട് ചെയ്തവരും LDF വോട്ട് ചെയ്തവരും എല്ലാം ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമാണ്. BJP ധരിച്ചിരിക്കുന്നത് പട്ടിണി കിട്ടാൽ മലയാളി, ഞെരിച്ചമർത്തിയാൽ മലയാളി അവർക്ക് വോട്ട് ചെയ്യുമെന്ന്. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. മലയാളി മണ്ണ് വാരി തന്നാലും BJP വോട്ട് ചെയ്യത്തില്ല, വരട്ടുന്നവൻ വോട്ട് ചെയ്യത്തില്ല. അതാ മലയാളി. പേടിപ്പിച്ച് മലയാളികൾ വോട്ട് വാങ്ങിക്കാന്നാലും വിചാരിക്കണ്ട. ഞെരിക്കുകയും കോച്ച് ഫാക്ടറി തരാതെയും ഒക്കെ ഞെരിച്ചാൽ പേടി ചെയ്യോ ഒന്നും തരത്തില്ല. ഇവർ പൈസ തരാത്തതുകൊണ്ട് ക്ഷേമ പെൻഷൻ കിട്ടിയില്ല, അത് പട്ടിണി കിടന്ന് മണ്ണ് വാരി തന്നാലും മലയാളി അഭിമാനം വെടിഞ്ഞ് വരട്ടുന്നവൻ വോട്ട് ചെയ്യൂല. നമ്മുടെ ലതിക സുഭാഷ്, ആ സഹോദരി, ഒരു സ്ത്രീ തൻ്റെ മുടി പരസ്യമായി മുണ്ടനം ചെയ്യണമെങ്കിൽ എത്രത്തോളം അപമാനിക്കപ്പെട്ടിരിക്കും എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. പാഞ്ചാലി രണ്ട് മുടിക്കെട്ട് കെട്ടില്ല എന്ന് പറഞ്ഞു, ശപഥം ചെയ്തു എന്ന് പറഞ്ഞ പോലെ ഒരു സ്ത്രീ അവരുടെ, നിങ്ങളിവിടെ അമ്മ സഹോദരികളൊക്കെ ഇരിപ്പുണ്ടല്ലോ, പരസ്യമായി ഒരു സ്ഥലത്ത് പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തൻ്റെ പാർട്ടി ഓഫീസിൻ്റെ മുടി മുണ്ടനം ചെയ്യണമെങ്കിൽ അവർക്ക് എത്ര ഗതികെട്ട് കാണും എന്നാലോചിച്ചാൽ മതി. അതൊറ്റ ഉദാഹരണം മതി, വേറെ ഉണ്ട്, അതിപ്പോൾ പറയുന്നില്ല. പക്ഷെ നന്ദി കെട്ടവർക്ക് വോട്ട് കൊടുക്കരുത്. നെറുകെട്ട വർത്തമാനം പറഞ്ഞാൽ അരുത് എന്ന് പറയാൻ നമുക്ക് കഴിയണം. ഞാൻ ഈ യോഗത്തിൽ പറഞ്ഞല്ലോ, ഈ പാർട്ടി, ഞാൻ പറയാം, ഈ ഇലക്ഷനിൽ ഈ പാർട്ടി എടുത്തിരിക്കുന്ന LDFൻ്റെ നിലപാടിൽ വ്യത്യസ്തമായി. അണുവിട നേതാക്കന്മാരോ പ്രവർത്തകരോ ചരിച്ചാൽ ആ ആൾ, രാഹുൽ ഗാന്ധി പോകുന്ന വഴിക്ക് ആളുകൾ പൊഴിഞ്ഞ് BJP പോവാണ്. എനിക്കൊന്ന് രാഹുൽ ഗാന്ധി എന്നെ മുറിയിൽ വിളിച്ച് നീ നാളെ BJP ചേർന്നോ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. നമ്മുടെ കൂടെ നടന്നിട്ട് കാര്യമില്ല, അവസാനം ഞാനും വരാം എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഇന്ന് ഏതോ ഒരു മാധ്യമത്തിൽ കണ്ടു, ഇങ്ങനെ രാഹുൽ ഗാന്ധി പോകുന്ന വഴിക്കുന്നെല്ലാം നേതാക്കന്മാർ പൊഴിഞ്ഞു. അതൊരു ഐശ്വര്യമാണ്. തെന്മലയിൽ 38 വർഷമായി UDF മാത്രം ജയിച്ചിരുന്ന വാർഡിൽ ഒരൊറ്റ ദിവസം ഞാൻ വോട്ട് ചോദിച്ചത്, ഒറ്റ ദിവസം 2 മണിക്കൂറാണ്. ഒരു റോഡ് ഷോ ആണ്, 2-2.5 മണിക്കൂർ. ചെറിയ കുട്ടിയാണ്, 19 വയസ്സുള്ള പെൺകുട്ടിയാണ് മത്സരിച്ചത്. BJPയും കോൺഗ്രസിലെ UDFനെല്ലാം പുറത്താണ്. 38 വർഷത്തിന് ശേഷം ആ വാർഡിൽ 1056 വോട്ടിന് ആ കൊച്ചു ജയിച്ചു, ആ കൊച്ചുകുട്ടി. ഞാൻ പറഞ്ഞത് ഒന്നേ ഉള്ളൂ, എൻ്റെ മകളെ പോലെയാണ് ഇവളെ നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞു. കൊച്ചുകുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് LDF ഉള്ളവർ പറഞ്ഞു, സാറേ കൊച്ചാന്ന് പറയില്ലേ സാറേ, കൊച്ചാന്ന് പറഞ്ഞാൽ ഇവർ പ്രചരിപ്പിക്കുന്ന മുഴുവൻ. ഞാൻ പറഞ്ഞു, കൊച്ചാ, എൻ്റെ മോളെ പോലുള്ളവരെ സഹായിച്ചേക്കാൻ പറഞ്ഞു. ഇന്ന് ഇവിടെ വെച്ച് ഞാൻ പ്രഖ്യാപിക്കുന്നു, പാർട്ടിയുടെ ചെയർമാൻ നിലയിൽ ഇന്ന് മുതൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ സംസ്ഥാന നേതാവ് എന്നൊരു നേതൃത്വം ഇല്ല. പാർട്ടിയുടെ ചെയർമാൻ മാത്രമേ ഉള്ളൂ സംസ്ഥാന നേതൃത്വം. ബാക്കി എല്ലാവരും ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കണം. നിങ്ങൾ ഓരോരുത്തരും, ഇപ്പോൾ AR ബഷീർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പട്ടാഴി ബൂത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കും. വേറെ എങ്ങോട്ടും പോകണ്ട. റിയാസ് സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി, അവിടെ റിയാസ് പ്രവർത്തിക്കുന്ന മേഖലയിൽ പുറന്തൂർ പഞ്ചായത്തിൻ്റെ നേതൃത്വം എടുത്ത് അവിടെ പ്രവർത്തിക്കണം. നെടുവന്നൂരിൽ പത്തനാപുരത്ത് പ്രവർത്തിക്കണം. പത്തനാപുരം നിയമമുള്ള പ്രസിഡൻ്റാണ്, സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഷാജു കൊല്ലം ജില്ലാ പ്രസിഡൻ്റാണ്, സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. കൊട്ടാരക്കരയിൽ കേന്ദ്രീകരിച്ച് കൊല്ലവും കൊട്ടാരക്കരയുമായി മുഴുവൻ കോർഡിനേറ്റ് ചെയ്യണം. ഇത് നിർദ്ദേശമാണ് വയ്ക്കുന്നത്. ഇതൊരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല, കടക്കാൻ പോകുന്നേ ഉള്ളൂ. ആദ്യം പ്രാഥമികമായ നിർദ്ദേശം. പലരും പറയും ഞാൻ സംസ്ഥാന സെക്രട്ടറിയാണ്, ബൂത്തിലെ കാര്യം നോക്കിക്കോണം. ബൂത്തിൻ്റെ ചുമതലങ്ങൾക്കാണ്. ഇലക്ഷൻ കഴിയുമ്പോൾ ആ ബൂത്തിൽ എന്തെങ്കിലും നിങ്ങൾ താമസിക്കുന്ന ബൂത്തിൽ കുഴപ്പം സംഭവിച്ചാൽ പിന്നെ സംസ്ഥാന ഭാരവാഹിത്വം ഉണ്ടാവില്ല, പെർമനൻ്റ് ആയിട്ട് പോകും. തീരുമാനിക്കും. നമ്മുടെ പാർട്ടി ഒരു ചെറിയ പാർട്ടിയാണ് എന്ന് പറയാം. പക്ഷേ പണ്ട് പറയുന്നത് എന്താ, കേരള കോൺഗ്രസ് B ഉണ്ട്, ബാലകൃഷ്ണപിള്ളയും മോനും മാത്രം. ഇനി ആ മണ്ടത്തരം പറയണ്ട. കേരള കോൺഗ്രസ് B എത്ര പേരുണ്ടെന്ന് കമ്പ്യൂട്ടർ ലിസ്റ്റ് തരാൻ കഴിയുന്ന, ഈ പാർട്ടിയിൽ എത്ര പേരുണ്ടെന്ന് കമ്പ്യൂട്ടർ ലിസ്റ്റ് അടിച്ചു തരാൻ കഴിയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പാർട്ടിയാണ് കേരള കോൺഗ്രസ് B. നമ്മുടെ മെമ്പർഷിപ്പ് കോൺഗ്രസ്സുകാർ ചെയ്യുന്നവർക്ക് മുട്ടയെ വെച്ച് എഴുതിയെടുക്കുന്ന മെമ്പർഷിപ്പല്ല. ഒരു മെമ്പർഷിപ്പിന് 25 രൂപയാണ്. ഭരണഘടന ഭേദഗതി ചെയ്താൽ നമ്മൾ ആ മെമ്പർഷിപ്പിന് ഫോട്ടോ കൊടുക്കണം, ഐഡൻറ്റി കാർഡ് കൊടുക്കണം, ഫോൺ നമ്പർ കൊടുക്കണം, ഇമെയിൽ ID ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. ഇതെല്ലാം കൊടുത്താലേ, നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് വരെ കൊടുത്താലേ പാർട്ടിയിൽ മെമ്പർഷിപ്പ് കൊടുക്കുക. അങ്ങനെ മെമ്പർഷിപ്പ് എടുത്തവരാണ് ഇന്ന് ഈ പാർട്ടിയിലുള്ളത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, വലിയ പാർട്ടിയൊന്നും അല്ലെങ്കിലും കേരളത്തിലെ 30-35 മണ്ഡലങ്ങളിൽ 2000-ലധികം നിയോജക മണ്ഡലങ്ങൾ, അസംബ്ലി മണ്ഡലങ്ങളിൽ 2000-ലധികം സജീവ അംഗങ്ങളുണ്ട്. ഓരോരുത്തരും ഓരോ വോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ 4000 വോട്ട് നമ്മുടെ കയ്യിലുണ്ട്. അതിൽ 20 മണ്ഡലങ്ങളിൽ നമുക്ക് 5000-ഓളം ആളുകളുണ്ട്. 35 സ്ഥലങ്ങളിൽ 2000 എടുക്കാം. 20 സ്ഥലങ്ങളിൽ, ഈ 35 തന്നെ അതിലൊരു 20 സ്ഥലങ്ങളിൽ, അല്ല 140 മണ്ഡലങ്ങളിലും പന്തലിച്ച് നിൽക്കുന്ന ഒരു അഖില ലോക പാർട്ടിയാണ് എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഈ 35 മണ്ഡലങ്ങളിൽ 20 മണ്ഡലങ്ങളിൽ 5000 സജീവ അംഗങ്ങൾ, ഫോട്ടോ പതിച്ച മെമ്പർഷിപ്പുള്ള സജീവ അംഗങ്ങൾ നമുക്കുണ്ട് 20 മണ്ഡലങ്ങളിൽ. അപ്പോൾ 20 മണ്ഡലങ്ങളിൽ ഒരു തിരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു ഡിസിഷൻ ഫാക്ടറാകാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് നമ്മൾ. ഇത് കമ്പ്യൂട്ടർ ഡേറ്റ വെച്ചിട്ടാണ് പറയുന്നത്, അല്ലാതെ നമ്മൾ കൊണ്ടുവന്നാൽ. ഈയിടെ ഞാൻ കോഴിക്കോട് ചെന്നപ്പോൾ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു, സാറേ 200 മെമ്പർഷിപ്പ് ഉണ്ട്. എവിടെ?
കയ്യിലിരിപ്പുണ്ട്. അമ്മ ഞാൻ അത് കയ്യിലിരുന്നോട്ടെ, പാർട്ടി ഓഫീസിൽ കൊടുത്ത് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്താൽ മാത്രമേ അത് മെമ്പർഷിപ്പായി മാറുള്ളൂ. അല്ലാതെ കയ്യിലിരുന്ന മെമ്പർഷിപ്പ് ആവില്ല. അതിൻ്റെ പണമടച്ച് അതിൻ്റെ രസീത് വാങ്ങി അത് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ആൾ മെമ്പറാവുന്നുള്ളൂ ഇതിനകത്ത്. അപ്പോൾ എത്ര മെമ്പറുണ്ട്, അവരെ ഫോട്ടോ പതിച്ച ഐഡൻറ്റി കാർഡ് കൊടുക്കുന്ന പാർട്ടി നമ്മൾ മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കുന്നതിന് സമാനമായ ഇലക്ഷൻ വോട്ടേഴ്സ് ലിസ്റ്റ് നമുക്ക് ഓരോ പാർട്ടിയിലും കൊടുക്കാൻ കഴിയും. എല്ലായിടത്തും നമുക്ക് ആളുള്ള ഒരു പാർട്ടിയല്ല, പക്ഷേ നമുക്ക് വലിയ സ്വാധീനം, നിങ്ങൾ വിളിക്കുന്ന നേതാക്കന്മാർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവെന്ന നിലയിലോ ഒരു ജനപ്രതിനിധി എന്ന നിലയിലോ അതിനുപരിയായി ഒരുപാട് സ്വാധീനം ചെലുത്താൻ കഴിയുന്നവരാണ് നിങ്ങൾ എന്നോർത്തുകൊണ്ട് വേണം ഇനിയുള്ള നാളുകളിൽ പ്രവർത്തനത്തെക്കുറിച്ച് വിശദമായി നെടുവന്നൂർ സുനിൽ വായിക്കും. ഞാനുമായിട്ട് ആലോചിച്ചൊരു ചാർട്ട് തയ്യാറാക്കുന്നുണ്ട്. അതിൽ ഒരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞു, സംസ്ഥാന നേതാവില്ല, എല്ലാവരും ബൂത്ത് തലത്തിലെ നേതാക്കന്മാർ. ഞാനടക്കം ബൂത്ത് തലത്തിലാണ്. ഞാൻ താമസിക്കുന്ന മഞ്ചള്ളൂർ ബൂത്തിലെ LDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം എനിക്ക് അഭിമാനിക്കാൻ കഴിയുന്നതായിരിക്കണം എന്ന നിലയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പ്രിയങ്കരനായ നമ്മുടെ കൊല്ലം സ്ഥാനാർത്ഥി സഖാവ് മുകേഷ്, എൻ്റെ പ്രിയ സുഹൃത്ത്, വേദിയിലേക്ക് വരികയാണ്. ഞാനൊരു അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും അദ്ദേഹത്തെ ഒരു കയ്യടിയോടി സ്വാഗതം ചെയ്ത് അരുൺകുമാർ ഇപ്പോൾ എത്തും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കുറച്ച് പേരൊന്ന് കടന്നിട്ട് ഞാൻ മുകേഷ് പ്രസംഗിക്കാൻ വിളിക്കും. മുകേഷിന് വേണ്ടി എല്ലാവരും, കാരണം മുകേഷ് എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹപ്രവർത്തകനാണ്. ഒരുപക്ഷെ ഞാനും മുകേഷും കൂടിയായിരിക്കും മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമ അഭിനയിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ സിനിമ ഞങ്ങൾ പഴയ പടങ്ങൾ ഇപ്പോൾ ചുമ്മാ TV യിലെ കാണുമ്പോൾ ഞങ്ങൾ രണ്ടും തന്നെ സർവ്വ പടങ്ങളും, സുരേഷ് ബാബുവിൻ്റെ പടങ്ങൾ, കുറേ പടങ്ങൾ, മുകേഷ് നായകനും ഞാൻ വില്ലനുമായി ഒരുപാട് പടങ്ങൾ, ഞങ്ങൾ ചെറിയ ചെറിയ പടങ്ങളാണ്, ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാൽ, മുകേഷ് ഇവരോടൊപ്പമാണ് ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ മുകേഷിൻ്റെ കൂടെ, അത് കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ കൂടെയാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. ഞങ്ങൾ അന്ന് മുതൽ എന്നും ഒരുമിച്ച് സ്നേഹം പങ്കുവയ്ക്കുകയും തമാശകൾ പങ്കിടുകയും ചെയ്യുന്ന ഒരു നല്ല സുഹൃത്തുക്കളാണ്. മുകേഷ് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നു പറയുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. മുകേഷ് കാര്യങ്ങൾ പറയാനും വളരെ സരസമായ ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, വളരെ ലളിതമായ ഭാഷയിൽ കൊടുക്കേണ്ടവർക്ക് പണി കൊടുക്കാനും കഴിയുന്ന ഒരു നല്ല പ്രാസംഗികനാണ് മുകേഷ് എന്ന് ഞാൻ പറയും. വളരെ നമ്മൾ കേട്ട് വരുമ്പോൾ ചിലപ്പോൾ തോന്നി ഇയാൾ തമാശ പറയാൻ തീരും, പക്ഷേ ചില സ്ഥലത്ത് ചെന്ന് കൊള്ളേണ്ടത് കൊള്ളും. അതിനുവേണ്ടിയാണ് ചില കഥകളൊക്കെ പറയുന്നത് എന്ന് നമ്മൾ ഓർക്കുക. ബുദ്ധിപരമായി ചില കഥകൾ ചില സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരാളുടെ രാഷ്ട്രീയമായ ടാലൻ്റാണ്. പറഞ്ഞു വരുമ്പോൾ ഇതേതാ ഒരു വല്യപ്പൻ്റെ കഥ എന്ന് വിചാരിക്കും, പക്ഷേ പറഞ്ഞു വരുമ്പോൾ കൊള്ളേണ്ടടുത്ത് കൊള്ളിക്കാൻ കഴിവുള്ള ഒരു നല്ല പൊതുപ്രവർത്തകനായി മുകേഷ് മാറി. നല്ലൊരു നടനാണ്. അതിലുപരി MLA എന്ന നിലയിൽ 2 ടേമിലായി അദ്ദേഹം നല്ല ഒരു, പിന്നെ ഒരു കാര്യമുണ്ട്, എന്ത് കളിയാക്കിയാലും മുകേഷിനൊന്നുമില്ല. കാരണം മുകേഷ് കളിയാക്കാത്ത ഒരാളും സിനിമയിലില്ല. അതുകൊണ്ട് മുകേഷിനെ കളിയാക്കിയാൽ മുകേഷിന് ഒരു പ്രശ്നവുമില്ല. തമാശകളും ട്രോളുകളും ഒക്കെ നമ്മളെക്കാൾ കൂടുതൽ ആസ്വദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ് മുകേഷ്. അതുകൊണ്ട് മുകേഷിനെ തമാശ പറഞ്ഞോ അല്ലെങ്കിൽ കളിയാക്കിയോ ഇരുത്തി കളയാമെന്ന് ആരും വിചാരിക്കരുത്. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു കോമഡി മനസ്സിലാക്കി പൊട്ടി, കാർട്ടൂൺ കണ്ടാൽ ചിരിക്കാത്തവൻ മൃഗമായിരിക്കും എന്ന് പറയില്ല, അതുപോലെ ഒരു കാർട്ടൂൺ കണ്ട് ചിരിക്കുന്ന ഒരു നല്ല മനുഷ്യനാണ് മുകേഷ്. ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യ മഹാരാജ്യം കാണുന്ന ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തി ജനതാ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ഭയം കൊണ്ടാണ് ഇന്ദിരാഗാന്ധിയെ മാറ്റി നിർത്തിയത്. ഇന്ദിരാഗാന്ധിയെ അടിയന്തരാവസ്ഥ പോലുള്ള അതിക്രമങ്ങൾ ഇനിയും, അന്ന് നടന്ന ലോക്കപ്പ് മർദ്ദനങ്ങളും ക്രൂരതകളും ഇനിയും ഈ രാജ്യത്ത് ആവർത്തിക്കുമോ, പത്രസ്വാതന്ത്ര്യം തടയപ്പെടുമോ എന്ന ചിന്ത, ആ ഭയമാണ് ജനതാ പാർട്ടിക്ക് വലിയ ഭൂരിപക്ഷം നൽകിക്കൊണ്ട് ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് മാധ്യമ സ്വാതന്ത്ര്യം, ഷാജി പ്രസംഗിച്ചതെന്ന് പറഞ്ഞു, ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഡേറ്റ് ഇന്ന് വരും നാളെ വരുമെന്ന് കാത്തിരിക്കുമ്പോൾ 3 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളിൽ ഒരാൾ നേരത്തെ റിട്ടയർ ചെയ്തു. ഇന്നലെ പെട്ടെന്ന് ഒരാൾ രാജിവെച്ചു. അത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം വ്യക്തമാകുന്നില്ല. പിണങ്ങി രാജിവെച്ചതാണോ അതോ ഇണങ്ങി ഇതിനേക്കാളും വലിയ പദവി വാഗ്ദാനം ചെയ്ത് രാജിവെപ്പിച്ചാണോ എന്നറിയില്ല. പിന്നെ പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത്, പ്രധാനമന്ത്രിയും അദ്ദേഹം നിയോഗിക്കുന്ന ഒരു മന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടി ചേർന്ന് ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കണം. എന്നാൽ പിന്നെ ഈ പ്രതിപക്ഷ നേതാവിനെ എന്താ വെച്ചാൽ അയാളെടുത്ത് കളഞ്ഞിട്ട് പ്രധാനമന്ത്രിയുടെ കൂട്ടുകാരനോട് തീരുമാനിക്കുന്നെന്ന് പറഞ്ഞാൽ പോലും. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ എന്താണ് വില? TN ശേഷനെ പോലുള്ള പ്രതിഭകൾ, മഹാപ്രതിഭകൾ, സത്യസന്ധന്മാർ, കരുത്തുറ്റ വ്യക്തിത്വങ്ങൾ ഒറ്റയ്ക്ക് നടത്തിയ സ്ഥാപനത്തിൽ 3 മെമ്പറെ വെച്ചു കൊടുത്തു കോൺഗ്രസ്. അത് വെച്ച് വെള്ളം ചേർത്തു. ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാരത്തിൽ വെള്ളം ചേർക്കാൻ ഇപ്പോൾ എന്താ, 2 പേരും പോയി, ഒരാളെ ബാക്കിയുള്ളൂ. ഇനി നിയമിക്കാൻ പോകുന്നവരാര് എന്നുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുക, നിങ്ങൾ മനസ്സിലാക്കിയോ എന്താ ഉദ്ദേശം. എൻ്റെ മനസ്സിലെ ഐഡിയ എന്ന് പറയുന്നത്, നരേന്ദ്രമോദിയുടെ ഒരു സ്ഥിരം പരിപാടികൾ വെച്ചിട്ട് സാധ്യതയുള്ളത് വടക്കേ ഇന്ത്യയിൽ ആദ്യം തിരഞ്ഞെടുപ്പ് നടത്തും. അവിടെ നിന്ന് പണം കൊണ്ടുവന്ന് തെക്കേ ഇന്ത്യയിൽ ഒഴുക്കിക്കൊണ്ട്
പണമൊഴുക്കിയും അധികാരത്തിൻ്റെ ശക്തി ചെലുത്തിയും തെക്കേ ഇന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മിക്കവാറും വരുന്നത് 2 ഘട്ടമായിരിക്കും. അതിൽ ഞാനിപ്പോൾ പറയുന്നത് ഫലിക്കണമെന്നില്ല. കേരളത്തിലും തമിഴ്നാട്ടിലും ഒരു മിക്സഡായിട്ട് വരികയാണെങ്കിൽ അത് ന്യായമായ കാര്യമാണ്. മറിച്ച് വടക്കേ ഇന്ത്യ വേറെ തെക്കേ ഇന്ത്യ വേറെ എന്ന് പറഞ്ഞൊരു തിരഞ്ഞെടുപ്പ് വന്നാൽ അതിൻ്റെ അർത്ഥം ഇതിൽ മറ്റെന്തോ ദുരുദ്ദേശമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ദുരുദ്ദേശങ്ങളേ ഉള്ളൂ. കഴിഞ്ഞ 5 വർഷവും നരേന്ദ്രമോദി സർക്കാരിന് ദുരുദ്ദേശമേ ഉള്ളൂ. പറഞ്ഞ ഏത് വാക്കാണ് പാലിച്ചത്? ഇപ്പം പറയുന്നു, ടി വിയൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പറയുന്നു, അമ്മ നമുക്ക് പാല് തരുന്നു, പശു നമുക്ക് പാല് തരുന്നു, അമ്മ നമുക്ക് കാച്ചിയ പാല് തരുന്നു, അമ്മയ്ക്ക് പാല് വാങ്ങാൻ അമ്മ അവൻ സഹായിക്കുന്നു. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്നാണ്. പശു നമുക്ക് പാല് തരുന്നു, അമ്മ നമുക്ക് കാച്ചിയ പാല്. 1-ാം പാഠത്തിലുണ്ട്, പണ്ട് പഠിക്കുമ്പം പശു നമുക്ക് പാല് തരുന്നു, അമ്മ നമുക്ക് കാച്ചിയ പാല് തരുന്നു. ഇതാണ് പരസ്യം. അമ്മയ്ക്ക് പാല് വാങ്ങാൻ അമ്മ അവൻ സഹായിക്കുന്നു, മോഡിയുടെ ഗ്യാരണ്ടി. ഇതാണ് ഇപ്പോഴത്തെ പരസ്യം. എന്തെടുത്താൽ അച്ഛൻ നമുക്ക് ചോറ് തരുന്നു, അച്ഛൻ എല്ല് മുറിയെ പണിയെടുക്കുന്നു. നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ അച്ഛൻ പണിയെടുത്താൽ 350 രൂപയും അമ്മ പണിയെടുത്താൽ 290 രൂപയും കിട്ടുന്നു. അവർ നമുക്ക് ആഹാരം തരുന്നു, പട്ടിണിയില്ലാതെ കഴിഞ്ഞു കൂടുന്നതിനപ്പോഴേക്ക് ഉടുതുണിക്ക് മറുതുണി വാങ്ങാൻ പോലും ഒന്നും തികയുന്നില്ല. കേരളത്തിൽ പിണറായി വിജയൻ്റെ സർക്കാർ എല്ലാ മാസവും ക്ഷേമ പെൻഷനായി 1500 രൂപ കൊടുക്കുന്നു. അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള പരിപാടി കേന്ദ്ര സർക്കാർ നോക്കുന്നു. ഇവിടെ എന്താണ് ക്ഷേമ പെൻഷൻ കിട്ടില്ല നിങ്ങൾ കരുതരുത്. ക്ഷേമ പെൻഷൻ നിർത്തിയിട്ടില്ല. 500 രൂപ ക്ഷേമ പെൻഷൻ കൊടുത്തിരുന്നു UDFൻ്റെ കാലത്ത്. അത് 1-ാം പിണറായി സർക്കാർ 1500 വർദ്ധിപ്പിച്ചു, എല്ലാ മാസം കൊടുത്തുകൊണ്ടിരുന്നു. കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് സമ്മർദ്ദത്തിലാക്കുകയും തരാനുള്ള അവകാശപ്പെട്ട പണം തരാതിരിക്കുകയും കടം വാങ്ങാനുള്ള അധികാരം വെട്ടിക്കുറയ്ക്കുകയും സുപ്രീം കോടതിയിൽ ഒരു രാജ്യത്തെ ഡെമോക്രസിയിൽ ഏറ്റവും വലുത് ഇന്ത്യൻ ഡെമോക്രസിയിലെ ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാന കാര്യങ്ങൾ മതേതരത്വവും ഫെഡറലിസവുമാണ്, പൗരൻ്റെ സ്വാതന്ത്ര്യമാണ്. ഇതെല്ലാം ഹനിക്കപ്പെടുന്നില്ലേ? പൗരത്വ നിയമം കൊണ്ടുവന്നു, കോൺഗ്രസ്സുകാർ മിണ്ടിയിട്ടുണ്ടോ? ഒരക്ഷരം. നാണയം നിരോധിച്ചു. നമ്മൾ പാറശാല മുതൽ കാസർഗോഡ് വരെ മനുഷ്യ മതിൽ തീർത്തു LDF. കോൺഗ്രസ്സുകാർ എവിടെയെങ്കിലും സമരം ചെയ്തിട്ടുണ്ടോ? കർണാടകത്തിൽ സമരം ഉണ്ടായിരുന്നോ നോട്ട് നിരോധിച്ചതിനെതിരെ? തമിഴ്നാട്ടിൽ സമരം ഉണ്ടായിരുന്നോ? ഇല്ല. ആകെ കേരളത്തിലാണ് മോഡിയുടെ തെറ്റുകളെ പ്രതിഷേധിച്ചുള്ളത്. ഇവിടെ പൗരത്വ ബില്ല് വന്നു, കർണാടകത്തിൽ സമരം ഉണ്ടായിരുന്നോ? കേരളത്തിലേ ഉള്ളായിരുന്നു സമരം. LDF ആണ് സമരത്തിന് മുമ്പിൽ നിന്നപ്പോഴും. ഇതിനെ എതിർത്തത് LDFൻ്റെ ആൾക്കാരാണ്. ഒരേ ഒരു MP മാത്രമേ പാർലമെൻറ്റിലുള്ളൂ. നമ്മുടെ ഒരു MP ആണ് ഇവിടുന്ന് പോയത്. ആ MP എതിർക്കും. 18 പേർ പോയ മറ്റുള്ളവരാരും മിണ്ടിയില്ല. 2 പേര്, മാണിയുടെ ഒരു MP-യും പിന്നെ ബാക്കി 18 പേരും മിണ്ടിയില്ല. ലീഗുകാരൊക്കെ ഇവിടെ നിന്ന് പ്രസ്ഥാനം കൊടുത്തല്ലാതെ അവിടെ ഒന്നും മിണ്ടിയില്ല. ഇവിടെ നിന്ന് ചില പേരുകളൊക്കെ ഇങ്ങനെ പറഞ്ഞതല്ലാതെ അവിടെ ഒന്നും മിണ്ടിയില്ല പൗരത്വ നിയമത്തെക്കുറിച്ച്. കാരണം അവിടെ പറയാൻ പലർക്കും പേടിയാണ്. രാഹുൽ ഗാന്ധിക്ക് പോലും പേടിയാണ്. ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക, അമ്മ എന്നെ ഉപദ്രവിക്കല്ലേ കൊച്ചാട്ട എന്നുള്ളൊരു സമീപനമാണ് പുള്ളിയും. ഇതെന്ത് കോൺഗ്രസ്സാണ്? ഇപ്പം ഞാൻ വന്യമൃഗങ്ങളുടെ ആക്രമണം. ഇന്നിപ്പോൾ രാവിലെ ഒരു പുലിയെ പത്തനാപുരത്ത് കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ DF വിളിച്ചു, CCF വിളിച്ചു. ഉടൻ ഉത്തരവായി, ഉടൻ അവിടെ കൂട് കൊണ്ടുവരും. ഒരാടിനെ പുലി പിടിച്ചു എന്ന് പറഞ്ഞു. പുലിയാണോ കാക്കാന്തയാണോ എന്നറിയത്തില്ല. ഏതായാലും ആടിനെ പിടിച്ചിട്ടുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവിടെ പോയി കഴിഞ്ഞു. അവിടെ ആ വനമേഖലയിൽ നദികളും കുളങ്ങളും ഇല്ലാത്ത മുഴുവൻ സ്ഥലങ്ങളിലും ടാങ്ക് നിർമ്മിച്ച് വെള്ളം ലോറിയിൽ അടിച്ചു കൊടുക്കാൻ ഞാൻ കൊല്ലം CCFന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവരുടൻ തന്നെ 10-20 ദിവസത്തോളം പണി ചെയ്തിരിക്കാം എന്ന് പറയുന്നുണ്ട്. കാരണം എല്ലാ കാലത്തും വെള്ളം കിട്ടണമെങ്കിൽ അത് വേണം. ഗവൺമെൻറ് 220 കോടി രൂപയാണ്, 240 കോടി രൂപയാണ് ഈ വന്യമൃഗ ശല്യം തടയുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ വയനാടിനെ പ്രതിനിധാനം ചെയ്യുന്ന രാഹുൽ ഗാന്ധി കഴിഞ്ഞ 5 വർഷം കൊണ്ട് ബഹുഭൂരിപക്ഷത്തോടെ കേരളത്തിൽ വയനാട്ടിൽ ജനിച്ച കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ മോഡിയുടെ വർഗീയതയ്ക്കെതിരെ പോരാടുമെന്ന് പ്രതീക്ഷിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്തത് രാഹുൽ ഗാന്ധിയെ കണ്ടുകൊണ്ടാണ്. രാഹുൽ ഗാന്ധി കിടക്കുന്ന വടക്കോട്ടും പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന ഓടുന്നതല്ലാതെ എക്സർസൈസ് എടുക്കുന്നതും കടലിൽ ചാടുന്നതും തമിഴ്നാട്ടിൽ ബിരിയാണി വയ്ക്കുന്നതും അല്ലാതെ പാർലമെൻറ്റിൽ ഇന്നുവരെ വയനാടിന് വേണ്ടി കേരളത്തിന് വേണ്ടി കേരളത്തിനെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് പോലും ബോധ്യപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് അനീതി കാണിക്കുന്നുവെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഫെഡറൽ സംവിധാനത്തിൽ ഒരു സംസ്ഥാനത്തിന് കിട്ടേണ്ട അവകാശം വാങ്ങാൻ ആ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തെ സഹായം തേടി ഗവൺമെൻറ് പോകേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ജനാധിപത്യത്തിൻ്റെ ഗതികേടായി നമ്മൾ കാണണം. അവകാശപ്പെട്ടത് കിട്ടാൻ പരമോന്നത നീതിപീഠത്തെ സമീപിക്കേണ്ട ഗതികേടിലേക്ക് ഒരു സംസ്ഥാനത്തെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഫെഡറൽ സംവിധാനത്തിൻ്റെ തകർച്ചയാണ്. അത് തടയേണ്ടതുണ്ട്. അതിനെപ്പറ്റി കോൺഗ്രസ്സുകാർക്കൊന്നും പറയാനില്ല. രാഹുൽ ഗാന്ധി പറയണ്ടേ, ഞാൻ കൂടി പ്രതിനിധാനം ചെയ്യുന്ന സ്റ്റേറ്റാണ് കേരളം, അവിടത്തേക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കരുത്, ജനങ്ങളാണ്. രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തവനും ആരിഫിന് വോട്ട് ചെയ്തവനും
UDF വോട്ട് ചെയ്തവരും LDF വോട്ട് ചെയ്തവരും എല്ലാം ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമാണ്. BJP ധരിച്ചിരിക്കുന്നത് പട്ടിണി കിട്ടാൽ മലയാളി, ഞെരിച്ചമർത്തിയാൽ മലയാളി അവർക്ക് വോട്ട് ചെയ്യുമെന്ന്. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. മലയാളി മണ്ണ് വാരി തന്നാലും BJP വോട്ട് ചെയ്യത്തില്ല. വിരട്ടുന്നവൻ വോട്ട് ചെയ്യത്തില്ല. അതാ മലയാളി. പേടിപ്പിച്ച് മലയാളിയുടെ വോട്ട് വാങ്ങിക്കാനാരും വിചാരിക്കണ്ട. ഞെരിക്കുകയും കോച്ച് ഫാക്ടറി തരാതെയും ഒക്കെ ഞെരിച്ചാൽ പേടി ചെയ്യോ ഒന്നും തരത്തില്ല. ഇവർ പൈസ തരാത്തതുകൊണ്ട് ക്ഷേമ പെൻഷൻ കിട്ടിയില്ല, അത് പട്ടിണി കിടന്ന് മണ്ണ് വാരി തന്നാലും മലയാളി അഭിമാനം വെടിഞ്ഞ് വിരട്ടുന്നവൻ വോട്ട് ചെയ്യൂല. വിരട്ടിയൊന്നും സാധിക്കാമെന്നാരും വിചാരിക്കണ്ട. പണത്തിൻ്റെ കൊഴുപ്പാണ്. തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി മൊയലാളി, സ്വർണ്ണത്തളിയുള്ള ആൾ തൃശ്ശൂരിൽ. എല്ലാം മുതലാളിമാരാ. തിരുവനന്തപുരത്ത് താമസിക്കുന്ന മുതലാളിക്ക് എത്ര പൈസ ഉണ്ടെന്ന് ഡിക്ലെയർ ചെയ്യുമ്പോൾ അറിയാം. സ്വർണ്ണത്തളിയ കൊടുക്കുന്നവർ, സ്വർണ്ണ കിരീടം കൊടുക്കുന്നവർ, അങ്ങനെ 3.5 കോടി രൂപ വരെയുള്ള പോഷേ കാറിൽ ജനങ്ങളെ കാണാൻ വരുന്ന രാഷ്ട്രീയ നേതാക്കൾ, തുറന്ന പോഷേ കാറിൽ 3.5 കോടി വരെയുള്ള വണ്ടിയുടെ മുകളിൽ നിന്ന് കൈവീശി വരുന്ന ആളുകളാണ് കേരളത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ BJPയുടെ പണക്കൊഴുപ്പിൻ്റെ ഉദാഹരണം. അതിൻ്റെ ഉദാഹരണമാണ് BJPയുടെ പണക്കൊഴുപ്പാണ്. കോടാനുകോടി രൂപ സമാഹരിച്ച് വെച്ചുകൊണ്ട് ജനാധിപത്യ സർക്കാരുകളെ അട്ടിമറിക്കാൻ കുതിരക്കച്ചവടം നടത്തുമ്പോൾ അത് വാങ്ങി നക്കിക്കൊണ്ടു പോകുന്ന കോൺഗ്രസ്സുകാരനെ ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തണം. BJPക്കെതിരെ കേരളത്തിൽ പോരാടാൻ, ഇന്ത്യയിൽ പോരാടാൻ കരുത്തുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനങ്ങൾക്ക് മാത്രമാണ്. അതിനകത്തൊരു സംശയവും വേണ്ട. ഈ 18 പേരും 5 കൊല്ലം ഉണ്ടായിരുന്നു. ഇവർ ക്ഷമയർഹിക്കുന്നില്ല. ജനങ്ങൾ വോട്ട് ചെയ്ത ജനങ്ങളോട് നന്ദി ഉണ്ടായിരുന്നെങ്കിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവന് വേണ്ടി, പട്ടികജാതിക്കാർക്ക് വേണ്ടി, വയനാട്ടിലെ പാവം, ഇടുക്കിയിലെയും വന്യമൃഗങ്ങളുടെ ശല്യം അനുഭവിക്കുന്ന പാവങ്ങൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിനോട് പാർലമെൻറ്റിൽ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയാത്ത നന്ദികെട്ട UDFകാരെയാണ് 18 പേരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തിരഞ്ഞെടുത്തതെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. ഈ നന്ദിയുടെ മാത്രമല്ല, ഇവർക്ക് ഇതേ ഉള്ളൂ. ഞാനൊന്ന് ചോദിക്കട്ടെ, പത്മജ അവസാനത്തെയാൾ, കോൺഗ്രസിൻ്റെ എല്ലാ മുഖ്യമന്ത്രിമാരും, വടക്കേ ഇന്ത്യയിലെ എല്ലാ പഴയ മുഖ്യമന്ത്രിമാരും BJPയിൽ ചേർന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ മുഖ്യമന്ത്രിമാർക്കും ചേരാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് ഇനി ഒരു അംഗത്തിന് ബാല്യമില്ലാത്ത ആന്റണി സാറ് മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകനെ, ആരോഗ്യവാനായ മകനെ കൊടുത്തുകൊണ്ട് ആ നേർച്ച നടപ്പിലാക്കി. നമ്മൾ ഈ നല്ല ആടിനെ നോക്കി പള്ളിയിൽ നേർച്ച കൊടുക്കും, അല്ലാതെ മുണ്ടി ആടിനെ കൊണ്ടുവന്ന് ആരെങ്കിലും പള്ളിയിൽ നേർച്ച കൊടുക്കും. അതുകൊണ്ട് ചെറുപ്പക്കാരനായ മകനെ AK ആന്റണി അങ്ങ് നൽകിക്കൊണ്ട് ഒരു നേർച്ച കൊടുത്തു. കരുണാകരൻ സാറ് ജീവിച്ചിരിപ്പില്ലെങ്കിലും മകള് BJPയിൽ ചേർന്നു. ഈ മകൾ BJPയിൽ ചേർന്നത് കൊണ്ട് ഇവിടെ ഞങ്ങൾക്കൊരു നഷ്ടമില്ല, ഒരു കുന്തവുമില്ല. ആരവിടെ പോയാൽ നമുക്കെന്ത്? നമ്മളെ കൂട്ടത്തിൽ നിന്ന് ആരും പോകുന്നില്ല. കോൺഗ്രസിൽ നിന്ന് ഇങ്ങനെ രാവിലെ ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആരും പോകാൻ ബാക്കിയില്ല. അപ്പോൾ എന്താ പറയുന്നത്, പത്മജയുടെ പിതൃത്വത്തെ പറ്റി ഒരുത്തം ചോദിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിക്കണം കേട്ടോ. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം കരുണാകരനുമായി ഏറ്റവും വലിയ ആത്മബന്ധം പുലർത്തിയിരുന്ന, ലീഡറുമായി ഏറ്റവും വലിയ ആത്മബന്ധം പുലർത്തിയിരുന്ന ആളാണ്. അന്നും ലീഡറെ പറ്റി നല്ലതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ LDFൽ നിൽക്കുമ്പോഴും ഇന്നും ലീഡറെ പറ്റി നല്ലതേ പറയുള്ളൂ. കാരണം എനിക്ക് ഒരാളെ പറ്റി അഭിപ്രായം രൂപീകരിക്കപ്പെട്ടാൽ എന്നും അത് തന്നെ ആയിരിക്കും, മാറ്റമൊന്നുമില്ല. എൻ്റെ മനസ്സിൽ ഞാൻ ആരാധിക്കുന്ന നേതാവാണ്. എന്നെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ വഴികാട്ടി അദ്ദേഹം. എൻ്റെ അച്ഛനെ നിർബന്ധിച്ചാണ് എന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് എന്നെ തെരഞ്ഞെടുപ്പിൽ ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത്. ലീഡറുടെ നിർബന്ധം കൊണ്ടാണ്. ആ മനുഷ്യരോട് ആ നന്ദി, നായ്ക്കുള്ള നന്ദിയെങ്കിലും നമ്മൾ കാണിക്കണം. കരുണാകരൻ്റെ വീട്ടിൽ അങ്ങേരുടെ മകൾ BJP ചേരോ, നക്സലി ചേരോ, എവിടെയാണോ പോട്ടെ, നമുക്കൊന്നുമില്ല. അവരെവിടെ പോയാലും നമുക്കൊരു കുന്തവുമില്ല LDFന്. പക്ഷേ ഞാൻ പറയുകയാണ്, ആരാണ് കോൺഗ്രസ്സുകാരെന്ന് തിരിച്ചറിയാൻ വേണ്ടി പറയാം. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം, ആരാണ് കോൺഗ്രസ്സുകാർ. നന്ദി കെട്ടവരാണ്. വോട്ട് ചെയ്ത ജനങ്ങളോട് നന്ദി കെട്ടവരാണ്. വളർത്തിക്കൊണ്ടുവന്ന കയ്യിൽ പാമ്പിനെ പോലെ കടിക്കുന്നവരാണ്. കരുണാകരൻ്റെ വീട്ടിൽ വർഷങ്ങളായിട്ട് ഞാൻ പോയിട്ടുണ്ട്, രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത കാലത്തും. എന്നോടൊരു പുത്രതുല്യ വാത്സല്യം, സ്നേഹം ഉണ്ടായിരുന്നു. എനിക്ക് അത്ര ബഹുമാനം ഉണ്ടായിരുന്നു. കാരണം കേരളത്തിലെ ഏറ്റവും മുതിർന്ന 9 അസംബ്ലിയിലെ MLAമാരുമായി കേരളത്തിൻ്റെ നിയമസഭയിലെത്തി 50ലധികം MLAമാരുമായി കോൺഗ്രസിനെ വളർത്തിക്കൊണ്ടുവന്ന കരുണാകരനെയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പത്നി എല്ലാവരോടും സ്നേഹം മാത്രം നൽകിയ 2 സ്ത്രീകളാണ് നമ്മൾ കണ്ടത്. ഞാൻ മുഖ്യമന്ത്രിമാരുടെ ഭാര്യമാരിൽ ഏറ്റവും ഒന്ന് കരുണാകരൻ സാറിൻ്റെ ഭാര്യ, തറവാടിത്തത്തോടെ സ്നേഹത്തോടെ പെരുമാറുന്ന അമ്മ. അത് കഴിഞ്ഞാൽ EK നായനാരുടെ ഭാര്യ, ഏറ്റവും അന്തസ്സായി വരുന്ന ടീച്ചർ. തങ്കപ്പെട്ട സ്നേഹമാണ് പെരുമാറ്റം. അങ്ങനെയുള്ള നല്ല വ്യക്തികൾ അവരെ അധിക്ഷേപിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ആരാണ്? ഏതോ ഒരുത്തൻ പറയുന്നു കരുണാകരൻ്റെ മകളുടെ പിതൃത്വത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ പറയുന്നു പൊളിറ്റിക്കൽ പിതാവും ബയോളജിക്കൽ 2 തന്തയുണ്ടോ? ഒരാൾക്കില്ലല്ലോ, ഒരച്ഛനല്ലേ ഉള്ളൂ. ഇവനൊക്കെ പൊളിറ്റിക്കൽ തന്തയും ബയോളജിക്കൽ തന്തയും ഉണ്ടോ? എനിക്ക് അറിഞ്ഞാത്തോണ്ട് ചോദിക്കുക. കരുണാകരൻ സാറിൻ്റെ മകളുടെ പിതൃത്വത്തെപ്പറ്റി ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഈ അമ്മയും ഈ മകളും വിളമ്പിക്കൊടുത്ത തിന്ന നേതാക്കന്മാരാണ്. ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ വലിയ നേതാക്കൾ ഇപ്പോൾ കേരളത്തിൽ മത്സരിക്കാൻ വന്നിട്ടുണ്ട്.
അയാളൊരു മറുപടി രമേശ് ചെന്നിത്തല മാത്രമാണ് ശരിയായില്ല എന്ന് പറഞ്ഞ്. ബാക്കി നന്ദി കെട്ടവർ നിങ്ങൾ കാണാം. അവിടുത്തെ സീനം തന്നെയാണ്. അവിടെ ചെന്നിട്ട് ചേച്ചി പത്മ ചേച്ചി ഒന്ന് ലീഡറെ കാണണം. ലീഡറെ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങിയാണ് പത്മ ചേച്ചിയുടെ കാലിൽ തൊട്ടുക. ഞാനിത് കണ്ണുകൊണ്ട് കണ്ടവനാണ്. ചേച്ചി ഇത്ര മണിക്ക് ലീഡറെ കണ്ട് സീറ്റ് ചോദിച്ചാൽ കിട്ടുമെന്ന് ജോലിച്ചൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒന്ന് കയറ്റി വിടണം. 6:30 മണിക്ക് ഉറങ്ങിക്കിടക്കുന്ന കെ കരുണാകരൻ മുറിയിലേക്ക് ഒരു നേതാവിനെ കയറ്റി വിട്ടു. അച്ഛാ ഇതാ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് കിടക്കുന്ന ആളിൻ്റെ കാലിൽ തൊട്ട് എഴുതു. ആരെ? എന്നിട്ട് പാർലമെൻറ്റ് സീറ്റ് വാങ്ങിച്ച ആളുകളുണ്ട്. ഇതൊക്കെ കണ്ടവനാണ് ഞാൻ. രാഷ്ട്രീയത്തിൽ ഒന്നും കണ്ടതല്ല, അവരുമായിട്ടുള്ളൊരു കുടുംബ ബന്ധത്തിൽ. ഞാനിപ്പോൾ അവർ BJP-യിലല്ല എവിടെ പോയി ചേർന്നാലും ഞാൻ ചേച്ചി എന്നാണ് വിളിച്ചേ, ഇനിയും ചേച്ചി എന്നേ വിളിക്കത്തുള്ളൂ, അത് വേറെ കാര്യം. പക്ഷെ പോന്നിവാസം പറയുന്നതിന് അത് കേട്ടിട്ട് മിണ്ടായിരിക്കുന്നവരാണ് പോയി പറഞ്ഞവർ വിവരം കെട്ടവരാണ്, സംസ്കാരശൂന്യരാണ്. പക്ഷേ കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്നവർ ആ വീട്ടിൽ കയറി നടന്ന കണ്ണൂരിൽ നിന്നാൽ തോറ്റുപോകും CPM-നോടൊന്ന് പേടിച്ച് ആലപ്പുഴയിൽ കൊണ്ട് മത്സരിപ്പിച്ച് പാർലമെൻറ്റിൽ അയച്ച, അസംബ്ലിയിൽ അയച്ച ലീഡറെ മറന്നവർ. അദ്ദേഹത്തിൻ്റെ മകളുടെ പിതൃത്വം ചില്ലറ തെമ്മാടിത്തനാണോ പറയുന്നത്? എടാ നീ പറഞ്ഞ് ശരിയല്ല എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറോ? രമേശ് ചെന്നിത്തല അല്ലാതെ ആരെങ്കിലും തയ്യാറായോ? പണ്ട് കരുണാകരൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് മുണ്ടിനിടയിൽ ഏത്തപ്പഴം തിരികൊണ്ട് ആളുകളകത്തേക്ക് പോകുമായിരുന്നു. ഇതൊക്കെ അറിയണം, കോൺഗ്രസ്സുകാരെ തനിയാറെന്ന് അറിയാൻ വേണ്ടി പറയുന്ന നന്ദികേട് കൊട്ടാരക്കരക്കാർക്കറിയാം. പക്ഷേ വേറെ ആൾക്കാരറിയാം. കൊട്ടാരക്കരയിലെ കാര്യത്തിലേക്ക് വരാം. ഏത്തപ്പഴം തിരികിയിട്ട് മാധ്യമങ്ങൾ മനസ്സിലാണ് അകത്തേക്ക് കയറിപ്പോവും. എന്നിട്ട് അകത്ത് പോയിട്ട് തിരിച്ച് പുറത്ത് ഓഫീസർമാർ, മുഖ്യമന്ത്രിയാണ് ഭയങ്കര പ്രൗഢിയാണ്, പോലീസും എല്ലാം നിൽക്കുകയാണ്, ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരും ചീഫ് സെക്രട്ടറി ഇങ്ങനെ വിളി നിൽക്കുക. അപ്പോൾ അകത്തുനിന്ന് ഈ ഏത്തപ്പഴം ആരും കാണാതെ പുറത്തെടുക്കും. എന്നിട്ട് ഇത് തൊലിച്ചേച്ച് ഇതിങ്ങനെ തിന്നുകൊണ്ട് അകത്തുനിന്ന് ഇറങ്ങുക. അതായത് അകത്ത് ചെന്ന് അടുക്കളയിൽ നിന്ന് ഫ്രൂട്ട്സും ഏത്തപ്പഴമൊക്കെ എടുത്തുള്ള സ്വാതന്ത്ര്യം ഇദ്ദേഹത്തിനുണ്ട് എന്ന് പുറത്ത് നിൽക്കുന്ന ചീഫ് സെക്രട്ടറിയും DGP-യും അടക്കമുള്ളവർ ധരിക്കണം. എന്നിട്ട് അവരെ കണ്ട് കാര്യം ഈ പറട്ട പരിപാടിയൊക്കെ കാണിച്ച ആളുകൾ ഇത്തരം ഒരു തെമ്മാടിത്തരം പറഞ്ഞിട്ട് നീ പറഞ്ഞ ശരിയായില്ല, പാടില്ല, ആവർത്തിക്കാൻ പാടില്ല, ക്ഷമ ചോദിക്കണം. അന്തസ്സുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരൻ കരുണാകരൻ്റെ ആത്മാവിനോട് സ്നേഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി വോട്ട് ചെയ്യരുത്. കെ കരുണാകരൻ്റെ ആനുകൂല്യങ്ങൾ പറ്റി കെ കരുണാകരൻ്റെ ഗ്രൂപ്പിൽ പ്രവർത്തിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗ്രൂപ്പുകളും Aയും Iയുമായിരുന്നു. ആ കെ കരുണാകരനോടൊപ്പം പ്രവർത്തിച്ച് കരുണാകരൻ്റെ ആനുകൂല്യം പറ്റി കരുണാകരനെ ദൈവത്തെ പോലെ കണ്ട് അനധികൃതമായി കാര്യം സാധിച്ചവർ, അധികാരത്തിൽ ഉയർന്നു വന്നവർ, മന്ത്രിമാരായവർ, 26 വയസ്സിൽ മന്ത്രിയാക്കിയവർ, പന്തളം സുധാകരനടക്കം ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ആളുകളെ മന്ത്രിയാക്കിയും കൈപിടിച്ചു കൊണ്ടുവന്ന കെ കരുണാകരനെ കോൺഗ്രസിൻ്റെ ഒരു പുതിയ തലമുറയിലെ ഒരാൾ വിവരക്കേട് കൊണ്ട് അധിക്ഷേപിച്ചെങ്കിൽ മാപ്പ് പറയണം. ഈ കരുണാകരൻ സാറിൻ്റെ വീട്ടിലെ ലീഡറെ അല്ല കാണുന്നത്, ലീഡറുടെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മ, അമ്മയെ രക്ഷിക്കണം, അവർക്ക് പാവം ഒന്നും പറയില്ല, ഈ കുട്ടിയെ ഒന്ന് സഹായിച്ചോളൂ കേട്ടോ എന്ന് പറയും, അത്രയേ ഉള്ളൂ. അവരെ ചേച്ചി 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 എന്ന് പറഞ്ഞ് കയറി ഇറങ്ങി നടന്ന് സീറ്റുകൾ വാങ്ങിച്ചവരാണ് ഇവരിൽ പലരും. ഇത് കണ്ടവനാണ് ഞാൻ. ഇത് എൻ്റെ കണ്ണും കാതും കൊണ്ട് കണ്ട കാര്യം. ഗണേഷ് കുമാർ അറിഞ്ഞേച്ച് പറയുന്നതല്ല. ഈ ഏത്തപ്പഴത്തിൻ്റെ കഥയൊക്കെ 100% ശരിയാണ്. ആരാണെന്ന് പറഞ്ഞാൽ അവരും സ്ഥാനാർത്ഥികളാണ്, മോശമാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥികളെ പറ്റി പറയുന്നില്ല. പിന്നെ നന്ദിയെപ്പറ്റി പറഞ്ഞാൽ കൊട്ടാരക്കരക്കാർക്ക് അറിയാവുന്നത്രയും നന്ദിയെപ്പറ്റി പറയേണ്ട കാര്യമില്ല. എൻ്റെ പിതാവ് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എനിക്ക് വിരോധമൊന്നുമില്ല, വ്യക്തിപരമായി എനിക്കിഷ്ടമാണ്. ഞാൻ അദ്ദേഹത്തെ ഒരു സഹോദരനെ പോലെ കാണുന്നു, ബഹുമാനിക്കുന്നു. നമ്മുടെ MP എന്ന നിലയിൽ ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷെ ഒരു കാര്യം പറയണം, R ബാലകൃഷ്ണപിള്ള മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ രാഷ്ട്രീയമായ ഇതിലുള്ളവർ ജീവിച്ചിരുന്നപ്പോൾ ചീത്ത പറയും. ഇപ്പം എന്നെ എന്ത് വേണം ചീത്ത വിളിച്ചോ, കുഴപ്പമില്ല. കാരണം ഞാൻ രാഷ്ട്രീയത്തിലുണ്ട്, എന്നെ ചീത്ത വിളിച്ചോ, എൻ്റെ എതിരാളി എന്നെ ചീത്ത വിളിക്കും, എന്നെ ഇഷ്ടത്തിനകത്തവരെന്നെ ചീത്ത വിളിക്കും, എനിക്കതൊന്നും ഒരു പരാതിയില്ല. പക്ഷെ മരിച്ചുപോയവരെ മരിച്ചുപോയവരെ പോലും വെറുതെ വിടാത്ത കോൺഗ്രസ്. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ മരിച്ചുവരെ പറ്റി ഒന്നും പറയുന്നില്ലല്ലോ, ഇടതുപക്ഷക്കാർ ഞങ്ങളാരും മരിച്ചുവരെ പറ്റി പറയുന്നില്ലല്ലോ. ലീഡറെ പറ്റി വളരെ നല്ല വാക്കുകളില്ലേ ഞാൻ പറഞ്ഞ നല്ല വാക്കുകൾ ശരിയല്ല എന്ന് രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ പന്തളം സുധാകരനോ ഇവിടെ പ്രധാന നേതാക്കന്മാരാണല്ലോ നെഞ്ചിൽ കൈവച്ച് പറയാമോ? ഗണേഷ് കുമാർ പറഞ്ഞ ഈ വാക്കുകൾ കള്ളമാണ് പറയാമോ? അതിൽ രമേശ് ചെന്നിത്തല മാത്രം പറഞ്ഞു തെറ്റാണ് പറഞ്ഞത്, ഒരാരും പറഞ്ഞില്ല. മാന്യന്മാരാ, വലിയ ആളുകളായിപ്പോയി, ദൈവത്തിനേക്കാളും വലിയ ആളുകളായിപ്പോയി പലരും. നെറുകെട്ട വർത്തമാനം പറഞ്ഞാൽ അരുത് എന്ന് പറയാൻ നമുക്ക് കഴിയണം. ഞാൻ ഈ യോഗത്തിൽ പറഞ്ഞല്ലോ, ഈ പാർട്ടി ഞാൻ പറയാം, ഈ ഇലക്ഷനിൽ ഈ പാർട്ടി എടുത്തിരിക്കുന്ന LDF-ന്റെ നിലപാടിൽ വ്യത്യസ്തമായി. അണുവിട നേതാക്കന്മാരോ പ്രവർത്തകരോ ധരിച്ചാൽ ആ ആൾ ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല, ഒരു സംശയമോ കരുതില്ല. കൊട്ടാരക്കരയിൽ വന്നാൽ എനിക്കതല്ല വേഷം, കൊട്ടാരക്കര വേറെ ഒന്നുമില്ല. R ബാലകൃഷ്ണപിള്ള മഹാനാണെന്ന് ഇന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതേ R ബാലകൃഷ്ണപിള്ള തൃക്കാക്കര തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാനൊരു ദിവസം TV ഇടുമ്പോൾ ഏഷ്യാനെറ്റിൽ കണ്ടൊരു വാർത്തയിൽ ഇവിടെ മത്സരിക്കുന്ന പാർലമെൻറ്റ് സ്ഥാനാർത്ഥി മരിച്ചുപോയ R ബാലകൃഷ്ണപിള്ളയെ അധിക്ഷേപം പറയുന്ന ഒരു വീഡിയോ ആണ് കണ്ടത്. അപ്പം കൊള്ളാം. ഇവിടെ ഇലക്ഷൻ വരുമ്പോൾ ബാലകൃഷ്ണപിള്ള
ബാലകൃഷ്ണപിള്ള കൊള്ളാം. തൃക്കാക്കരയിൽ അത് പറയേണ്ട കാര്യം? നിങ്ങൾ കണ്ടു നോക്ക്, നിങ്ങൾ യൂട്യൂബിൽ കയറി നോക്കുക, വെറുതെ പറയുന്നതല്ല. തൃക്കാക്കരയിൽ മരിച്ചുപോയ ആർ ബാലകൃഷ്ണപിള്ളയെ അധിക്ഷേപിച്ച് പ്രസംഗിച്ചാൽ 10 വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചാണോ, പ്രസംഗിക്കാനുള്ള വിഷയ ദാരിദ്ര്യം കൊണ്ടാണെന്നറിയില്ല, അവിടെ പ്രസംഗിച്ച പ്രസംഗം ആർ ബാലകൃഷ്ണപിള്ളയെ സ്നേഹിക്കുന്നവർ മനസ്സിൽ സൂക്ഷിച്ചോണം. ബാലകൃഷ്ണപിള്ള ജയിലിൽ കിടന്നുകൊണ്ട് ഒരു ഡോക്ടറെ കൊണ്ട് നിർത്തി, തോറ്റു തുന്നമ്പാടി, പിന്നെയാണ് ഇവിടെ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞു. ആരാ ഈ ഡോക്ടറെ നിർത്തിച്ചത്? അറിയാമല്ലോ, ജേക്കബിന് അറിയാമല്ലോ, ചങ്ങനകുണ്ടിച്ചേട്ടൻ അറിയാമല്ലോ, സാറിനൂടെ. ഈ പറയുന്ന ആൾ തന്നെയാണ് ഈ ഡോക്ടറെ കൊണ്ടുവന്ന് അച്ഛനെ നിർബന്ധിച്ച് ഡോക്ടറെ സ്ഥാനാർത്ഥിയാക്കിയത്. ഞാനെതിരായിരുന്നു, ഈ ഡോക്ടറെ സ്ഥാനാർത്ഥിയാക്കരുത്, പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഹരികുമാറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു എൻ്റെ നിലപാട്. ഡോക്ടർ എന്നെ കാണാൻ വന്നിട്ട് ഞാൻ പോലും മോഹം കൊടുത്തില്ലല്ലോ, ഞാൻ മാറിക്കളഞ്ഞു. ഞാനതിനെതിരെ ആരാണ്? ആരും ഇദ്ദേഹമാണ്, കൊടിക്കുന്ന് സുരേഷാണ് അതിൻ്റെ ആൾ. അത് ചെയ്യിച്ചിട്ട് മരിച്ചുവയാളെ പറ്റി തൃക്കാക്കരെ പറ്റി നാളാവാൻ വേണ്ടി അത് പ്രസംഗിക്കാൻ പാടില്ല. ഞാൻ അത്ഭുതപ്പെട്ടു. സാറ് പറയട്ടെ, ഞാനെതിരായിരുന്നു, ചെയ്യരുത്, കൊട്ടാരക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഹരികുമാറിനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് ഞാൻ പറഞ്ഞു. ആരെങ്കിലും ഒരു സ്ഥാനാർത്ഥി, ഒരു പാർട്ടി പ്രവർത്തകൻ. ഇവരാണ് സമ്മതിക്കാത്തത്. ഇവർ കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയാണ്, ഇവരെ സെലക്ഷനാണ്. ഈ എം പിയും നാഷണൽ സ്റ്റുഡിയോ രവിചേട്ടനും പഴയ NSS താലൂക്കിനെയും പ്രസിഡന്റായിരുന്ന രാജേന്ദ്രൻ നായരും ഇവരെല്ലാം കൂടെ കെട്ടിയേറിക്കൊണ്ട് സ്ഥാനാർത്ഥി, അല്ലാതെ അച്ഛൻ്റെ സ്ഥാനാർത്ഥിയല്ല. ഇവരെ നിർബന്ധം കൊണ്ട് ഞങ്ങൾ ജയിപ്പിച്ചോളാം സാറേ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയാണ്. ഈ പാർട്ടിയിൽ ആർക്കെങ്കിലും അതിനകത്ത് അറിയാമല്ലോ, എന്താ പറയുന്നത്, ബഷീറെ ഒന്നേ ഉണ്ടല്ലോ കൂടെ ഇല്ലേ? അതുകൊണ്ട് ആ വർത്തമാനം ഇവിടെ ബഹുമാനം, ഇപ്പം അവിടെ ഇതൊന്നും ശരി. ഇത് കോൺഗ്രസ്സുകാരുടെ സ്വഭാവമാണ്. വോട്ട് ചെയ്യുന്നവർ മനസ്സിലാക്കുക, UDF വോട്ട് ചെയ്താൽ നന്ദികേട് സംഭവിച്ചിരിക്കും എന്നതിൽ ആരും സംശയവുമില്ല. കഴിഞ്ഞ വർഷം ഈ സംസ്ഥാനത്തെ മതന്യൂനപക്ഷപ്പെട്ട മുഴുവൻ ആളുകളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF കൈവിട്ടുകൊണ്ട് UDF വോട്ട് ചെയ്തു. ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറുവിരലനക്കാൻ, നിങ്ങൾക്ക് വേണ്ടി ഒരു ശബ്ദമുയർത്താൻ ഈ 18 പേരും തയ്യാറായിട്ടുണ്ടോ എന്ന് ചിന്തിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുത്തോടെ ഏത് BJPയെയും ഏത് വർഗീയ ശക്തിയെയും കരുത്തോടെ നേരിടും. ആ കരുത്തോടെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്ന് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. പാർട്ടി നേതാക്കന്മാരുടെ ഞാൻ പറഞ്ഞ ചരിത്രമൊക്കെ പറഞ്ഞു തന്നാണ്, നന്ദികേടൻ്റെ ചരിത്രം. അത് പറയാതിരിക്കുന്ന ചരിത്രം മാധ്യമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഇത് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി മാവേലിക്കരയുടെ വരുംകാല MP വരികയാണ്, ശ്രീ അരുൺകുമാർ. വളരെ സ്നേഹത്തോടെ എൻ്റെ സഹോദരനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരാലും സ്വീകരിക്കപ്പെട്ട ചെറുപ്പക്കാരൻ, കുറഞ്ഞ ദിവസം കൊണ്ട് സാധാരണക്കാരുടെയും യുവാക്കളുടെയും യുവജനങ്ങളുടെയും കുട്ടികളുടെയും ഒക്കെ മനസ്സിൽ സ്ഥാനം നേടിയ പ്രിയപ്പെട്ട അവരുടെ കൂട്ടുകാരൻ, അവരുടെ സഹോദരൻ, അവരുടെ മകൻ, പ്രിയപ്പെട്ട അരുൺകുമാറിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, മുകേഷ് സംസാരിക്കണം, അത് കഴിഞ്ഞ് അരുൺകുമാർ സംസാരിക്കും. അത് കഴിഞ്ഞ് പാർട്ടി നേതാക്കൾക്കുള്ള നിർദ്ദേശമായി നെടുവന്നൂർ സുല്ല് കംപ്ലീറ്റ്, അതിനെ ഒരുപാട് നീട്ടിക്കൊണ്ടു പോകില്ല, അത് പറയും. ഇവരുടെ പ്രസംഗം കഴിഞ്ഞാൽ പാർട്ടി നേതാക്കൾക്ക് നിർദ്ദേശം നെടുവന്നൂർ സുല്ല് വായിക്കും. എല്ലാ സ്ഥലത്തും ഒരു കാര്യം കൂടി പറയാം, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് മതേതര ജനാധിപത്യം ഈ രാജ്യത്ത് നിലനിൽക്കാൻ ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ ഇവയൊന്നും രാഷ്ട്രീയവൽക്കരിക്കപ്പെടാതെ, ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ രാഷ്ട്രീയവൽക്കരിക്കപ്പെടാതെ, ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥകൾ പോലും നമ്മൾ രാഷ്ട്രീയവൽക്കരിക്കുകയും മതവൽക്കരിക്കുകയും ചെയ്യുന്ന കാഴ്ച ഈ രാജ്യത്തിന് അപകടമാണ്. അപകടകരമായ ഒരു വർഗീയ സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല. ഇന്ത്യ മറ്റൊരു പാകിസ്ഥാനാകാൻ പാടില്ല. നമ്മൾ എല്ലാവർക്കും ജീവിക്കുക, ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും പട്ടികവർഗപ്പെട്ടവർക്കും എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടെ അധികാരത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ രാജ്യമായി, ലോകത്തെ ഏറ്റവും വലിയ രാജ്യമായിരിക്കണം ഇന്ത്യ. മതേതരത്വമുള്ളത്തെ വികസനമുള്ളൂ, മതേതരത്വം ഇല്ലാത്ത വികസനമില്ല. ബലം പ്രയോഗിച്ച് വികസനം കൊണ്ടുവരാൻ പറ്റത്തില്ല. സൗഹാർദ്ദത്തോടെ മനുഷ്യൻ ജീവിക്കുന്നിടത്താണ് പുരോഗതി. അത് സാമൂഹ്യവും മാനുഷികവും ഭൗതികമായ പുരോഗതി സമാധാനത്തോടെ മനുഷ്യൻ ജീവിക്കുന്നിടത്താണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെ ഒന്നിപ്പിക്കുന്ന ഭരണഘടനയ്ക്ക് പല വെല്ലുവിളികളും നേരിട്ടു, പല മാറ്റങ്ങളും കൊണ്ടുവന്നു, പല അനാവശ്യമായ മാറ്റങ്ങൾ. രാഷ്ട്രീയമായി BJPക്ക് ഗുണം കിട്ടുന്ന വർഗീയത പ്രചരിപ്പിക്കാൻ കഴിയുന്ന മാറ്റങ്ങളാണ് പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നത്. ആ പാർലമെൻറ്റിൽ കൈയും കെട്ടി നോക്കി നിൽക്കാനല്ല, അതിനെ ചെറുക്കാൻ എണ്ണത്തിൽ കുറവ്. ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDF ജയിച്ചാൽ പാർലമെൻറ്റ് പിടിക്കുമോ? കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഉണ്ടെന്ന പാർട്ടി ഒരു സീറ്റ് പോലും ഇല്ലായിരുന്നല്ലോ അവിടെങ്ങും. രാഹുൽ ഗാന്ധി പോകുന്ന വഴിക്ക് ആളുകൾ പൊഴിഞ്ഞ് BJP പോവുകയാണ്. എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി എന്നെ മുറിയിൽ വിളിച്ച് നീ നാളെ BJP ചേർന്നോ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. നമ്മളെ കൂടെ നടന്നിട്ട് കാര്യമില്ല, അവസാനം ഞാനും വരാം എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഇന്ന് ഏതോ ഒരു മാധ്യമത്തിൽ കണ്ടു, ഇങ്ങനെ രാഹുൽ ഗാന്ധി പോകുന്ന വഴിക്കെന്നെല്ലാം നേതാക്കന്മാർ പൊഴിഞ്ഞു. അതൊരു ഐശ്വര്യമാണ്. പോകുന്ന വഴിക്ക് പിന്നെ പുല്ല് കളിക്കില്ല എന്ന് പറയില്ലേ, ഐശ്വര്യമാണ്. വയനാട്ടിൽ ഇപ്പോൾ അതാണ് സ്ഥിതി.
വന്യമൃഗങ്ങൾ ആക്രമിച്ചു, കർഷകർ ബുദ്ധിമുട്ടി. ഒരക്ഷരം അദ്ദേഹം പാർലമെൻറ്റിൽ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരും, 2-3 വീടൊക്കെ കൊടുക്കുന്നതായിട്ട് കാണിക്കും, തിരിച്ചു പോകും. വയനാട്ടിലെ ജനങ്ങൾക്ക് കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ബുദ്ധിമുട്ടുകൾ കേന്ദ്രത്തെ അറിയിക്കാൻ പ്രധാനമന്ത്രിയോട് പറയാണ്, എനിക്കൊന്ന് കാണണം നേരിട്ട്. വയനാടിൻ്റെ MP എന്ന നിലയിൽ വേണ്ട എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയോട് പറയോ? ഇപ്പം നമ്മൾ ചിലപ്പോൾ ചോദിച്ചാൽ വേണ്ടെന്ന് പറയുമായിരിക്കും. പക്ഷേ രാഹുൽ ഗാന്ധിയെ പോലൊരു MP-ക്ക്, കോൺഗ്രസിൻ്റെ നേതാവിന് പ്രധാനമന്ത്രിയെ ഒന്ന് കാണണം എന്ന് പറഞ്ഞാൽ കാണണ്ടെന്ന് പറയൂ? ഇല്ലല്ലോ. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി കണ്ടു പറഞ്ഞില്ല? KC വേണുഗോപാലാണല്ലോ കൊണ്ട് നടക്കുന്നത്. ഈ ബോബനും മോളിയിലെ പൂച്ചയെ പോലെ എപ്പോഴും കൂടെ കാണുമല്ലോ. അപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞിട്ട് ബോബനോടും മോളിയോടും പറഞ്ഞില്ല ഈ രാഹുൽ ഗാന്ധിയെ ഒന്ന് കാണണം? രാഹുൽ ഗാന്ധി ഒന്ന് പ്രധാനമന്ത്രിയെ കണ്ട് വയനാട്ടിലെ പാവപ്പെട്ടവരുടെ പുരയിടത്തിലെ ആനയും പുലിയും പാല് വിൽക്കാൻ പോയി പശുവിന് പുല്ലറുത്തുകൊണ്ടിരിക്കുന്ന ആളുടെ പുറകെ കൂടെ വന്ന് കടുവ കടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ കാണുമ്പം 7 ദിവസം കഴിഞ്ഞ് സഞ്ചയനം കഴിഞ്ഞ് കുളിയും കഴിഞ്ഞാണോ വരുന്നേ? ഇവിടെ അങ്ങ് വന്നില്ലേലും കുഴപ്പമില്ല, അവിടെ വെച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഒരു തീർപ്പാക്കിത്ത. ഒരു കേന്ദ്രമന്ത്രി വയനാട്ടിൽ വന്നിരുന്നിട്ട് പറഞ്ഞു, എല്ലാ പരാതിയും കേട്ടിട്ട് പറഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ പിന്നെ അപ്പം എന്തിനു വന്നത്? തിരുവനന്തപുരം ഭാഷ ചോദിച്ചാൽ അപ്പം എന്തിനിവിടെ വന്നത്? അവിടെ അങ്ങനെ ഇരുന്നാൽ പോരായിരുന്ന? എന്തിന് തിരുവനന്തപുരം ഭാഷ എന്തിനെത്തിപ്പൂരം വന്നത് ഇവിടെ? എനിക്ക് മനസ്സിലായില്ല. മമ്മൂട്ടി രാജമാണിക്യത്ത് ചോദിക്കുന്നതൊക്കെ എവിടത്തിന് വന്നത്? പറ്റിക്കാൻ വന്നിരിക്കുകയാണ്. ഇതൊന്നും കണ്ടു വഴങ്ങണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ ഇന്ത്യൻ പാർലമെൻറ്റ്, നമ്മളിപ്പോൾ 20 സീറ്റും ജയിച്ചു പോയാലും കുഴപ്പം, 20 സീറ്റ് മതി. സിംഹം ഗർജിക്കുന്നവരെ ജയിക്കാൻ നമ്മുടെ ജനപ്രതിനിധികൾ കഴിയും. മത്സരിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയാണ് മോശം? തോമസ് ഐസക്കോ, പന്ന്യൻ രവീന്ദ്രനൊക്കെ മുമ്പ് പാർലമെൻറ്റിൽ പോയി ശക്തി തെളിയിച്ചിട്ടുണ്ട്. മുകേഷോ, അരുൺകുമാറോ, ആരിഫോ ഒറ്റയ്ക്ക്, ഇവരാരും ഇല്ലാതെ ആരിഫ് ഒറ്റയ്ക്ക്. ആരാണ് മോശം? ശൈലജ ടീച്ചറോ? ഇളമരം കരീമോ? പാർലമെൻറ്റിൽ രാജ്യസഭയിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആളല്ലേ ഇളമരം കരീം. ഇവിടെ ഇപ്പോൾ KC വേണുഗോപാൽ മത്സരിച്ചേക്കാൻ തന്നെയാണ്. രാജ്യസഭയിൽ ഒരു സീറ്റും കൂടി ഇവിടെ ജയിച്ചാൽ അയാളുടെ രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് ഒഴിയും. ആ സീറ്റ് കൂടി BJPക്ക് സംഭാവന ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഉറച്ച സീറ്റ് അതേ ഉള്ളൂ. ഇയാൾ ഇവിടെ ജയിച്ചാൽ അവിടെ BJP ഒന്നുകൂടെ കിട്ടും. ഇവിടെ തോറ്റാൽ BJP കിട്ടത്തില്ല. അതുകൊണ്ട് ഇവിടെ തോക്കട്ടെ, അവിടെ BJP കിട്ടാതിരിക്കട്ടെ എന്നൊരു നയം BJP ഗുണം ചെയ്യുന്ന ഒന്നും മലയാളി ചെയ്യരുത് എന്ന് പറയുകയാണ്. സ്നേഹമില്ലാത്ത, നന്ദിയില്ലാത്ത, കൂട്ടായ്മയില്ലാത്ത. പലരും പറയുന്നു സ്ത്രീകൾക്ക് നിൽക്കാൻ പറ്റത്തില്ലെന്ന് പത്മജ പറഞ്ഞതാണ്. സംഭവം കറക്റ്റല്ലേ? നമ്മുടെ ലതിക സുഭാഷ്, ആ സഹോദരി, ഒരു സ്ത്രീ തൻ്റെ മുടി പരസ്യമായി മുണ്ടനം ചെയ്യണമെങ്കിൽ എത്രത്തോളം അപമാനിക്കപ്പെട്ടിരിക്കും എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. പാഞ്ചാലി 2 മുടിക്കെട്ട് കെട്ടില്ല എന്ന് പറഞ്ഞു, ശപഥം ചെയ്തു എന്ന് പറഞ്ഞ പോലെ ഒരു സ്ത്രീ അവരുടെ, നിങ്ങളിവിടെ അമ്മ സഹോദരികളൊക്കെ ഇരിപ്പുണ്ടല്ലോ, പരസ്യമായി ഒരു സ്ഥലത്ത് പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തൻ്റെ പാർട്ടി ഓഫീസിൽ മുടി മുണ്ടനം ചെയ്യണമെങ്കിൽ അവർക്ക് എത്ര ഗതികെട്ട് കാണും എന്നാലോചിച്ചാൽ മതി. അതൊറ്റ ഉദാഹരണം മതി. വേറെ ഉണ്ട്, അതിപ്പോൾ പറയുന്നില്ല. പക്ഷെ നന്ദി കെട്ടവർ വോട്ട് കൊടുക്കരുത്, നന്ദി കെട്ടവരെ കൂടെ നിൽക്കരുത്. ഈ UDF എന്ന് പറയുന്നത് തന്നെ നന്ദി കേടല്ല. വോട്ട് ചെയ്ത ജനത്തെ അവഗണിച്ചുകൊണ്ട് അഴിമതി നടത്തുന്ന സർക്കാരുകളാണ് UDF നടത്തിയിട്ടുള്ളത്. ഞാൻ UDF വിട്ടതും അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ തന്നെയാണ്. ഞാൻ അഭിമാനത്തോടെ പറയുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെ എത്ര ആരോപണങ്ങൾ ഉന്നയിച്ചു. എവിടെ കഴമ്പില്ലാത്ത ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ നിറച്ച് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ സ്വർണം, വെള്ളി, പിത്തള, ചെമ്പ്, അതിനകത്ത് ബിരിയാണി, ഖുറാനകത്ത് ഈന്തപ്പഴത്തിനകത്ത് മുത്ത്, സ്വർണം, പിന്നെ ഖുറാനകത്ത് എന്തെല്ലാം വൃത്തികേടുകൾ ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചിട്ടും പഴയതിനേക്കാൾ ബഹുഭൂരിപക്ഷത്തിൽ 99 MLA-മാരുടെ ഭൂരിപക്ഷത്തോടെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തി എന്ന കാര്യം മറക്കരുത്. ജനങ്ങൾ വിശ്വസിക്കുന്നു ഇന്നും സത്യസന്ധമായി അഴിമതിയില്ലാതെ കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിച്ച് കൊറോണയിലും വെള്ളപ്പൊക്കത്തിലും ഏത് പ്രകൃതിക്ഷോഭത്തിലും താങ്ങി നിർത്താൻ കരുത്തനായ സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏത് വർഗീയ ശക്തികളെയും ചെറുക്കാനുള്ള കെൽപ്പുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതാണ് ജനങ്ങളുടെ അടുത്തേക്ക് പറയേണ്ടതെന്ന് മാത്രം ഓർപ്പിക്കുന്നു. നമ്മുടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായി നമ്മുടെ ജില്ലയിൽ നിന്ന് വരുന്ന പ്രിയപ്പെട്ട മുകേഷ്, എൻ്റെ പ്രിയ സുഹൃത്തും സഹോദരനും സഹപ്രവർത്തകനും, എല്ലാ കാര്യങ്ങളെയും വളരെ ലളിതമായി കണ്ടുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന മിടുക്കനായ ഒരു ജനപ്രതിനിധിയായ മുകേഷിനെ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അയക്കാൻ നമ്മൾ സഹായിക്കണം. അദ്ദേഹത്തോടൊപ്പം ഇനിയുള്ള നാളുകളിൽ ഇലക്ഷൻ്റെ വോട്ടെണ്ണുന്ന ദിവസം വരെ കൂടെ ഉണ്ടാകണം, നിഴൽ പോലെ കൂടെ ഉണ്ടാകും എല്ലാ അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർ. എന്ന് വെച്ചാൽ അദ്ദേഹം പോകുന്ന വഴിക്ക് വണ്ടിയിൽ കൂടെ പോകണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, നിഴൽ പോലെ അവരവരെ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കണം എന്നാണ്. പ്രിയപ്പെട്ട അരുൺകുമാറുണ്ട്, അദ്ദേഹം ശ്രീ R. ബാലകൃഷ്ണപിള്ളയുടെ സമാധി സ്ഥലത്ത് അദ്ദേഹത്തിന് അടക്കിയിരിക്കുന്ന സ്മൃതി മണ്ഡപത്തിൽ വന്ന് പുഷ്പാർച്ചന നടത്തി അനുഗ്രഹം വാങ്ങി. എൻ്റെ അച്ഛൻ്റെ ആത്മാവ് ഈ ചെറുപ്പക്കാരനെ അനുഗ്രഹിക്കുന്നത്
എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. 100% ഞാൻ ഉറപ്പ് പറയാം. ഈ സംസ്ഥാനത്ത് ആദ്യം വോട്ടെണ്ണുമ്പോൾ ആദ്യം ജയിക്കുന്ന ആൾ ഈ ഇരിക്കുന്ന അരുൺകുമാറായിരിക്കും. ആദ്യം ലീഡ് ചെയ്യുന്ന ആൾ. സംശയിക്കുകയാണ്, ഒരു സംശയം വേണ്ട. ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ വോട്ട് ചെയ്യും, മതേതരവാദികൾ വോട്ട് ചെയ്യും, ചെറുപ്പക്കാർ വോട്ട് ചെയ്യും, കുട്ടികൾ വോട്ട് ചെയ്യും, കോളേജ് സ്റ്റുഡൻസ് വോട്ട് ചെയ്യും, യുവതി യുവാക്കൾ വോട്ട് ചെയ്യും, അമ്മമാർ വോട്ട് ചെയ്യും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. മുകേഷും ജയിക്കും. പക്ഷെ മുകേഷ് ജയിച്ചെന്ന് വരുന്നവന് തന്നെ അരുൺകുമാർ ലീഡ് ചെയ്ത് മുമ്പിലേക്ക് കയറും. ഒരു സംശയം കാര്യത്തിലില്ല. വോട്ട് എണ്ണുമ്പോഴുള്ള ദിവസം നിങ്ങൾ ടി വിയിൽ കണ്ടോളൂ. രണ്ടുപേരും ജയിക്കും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം. നമ്മുടെ നേതാക്കന്മാർ മാത്രമാണ് ഇവിടെയുള്ളത്. ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല. പ്രത്യേകിച്ച് കുളത്തൂപ്പുഴ, മുകേഷിൻ്റെ കുളത്തൂപ്പുഴ, പുനലൂർ മണ്ഡലങ്ങൾ, രാജീവ്, തെന്മല, ആര്യങ്കാവ്, എനിക്ക് ഏറ്റവും ബന്ധങ്ങൾ, വ്യക്തിബന്ധമുള്ള സ്ഥലങ്ങളാണ് തെന്മല, ആര്യമ. ഞാൻ 2 തവണ അവിടുത്തെ MLA ആയിരുന്നു. എൻ്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് വോട്ട് പിടിക്കണം. കഴിഞ്ഞ പ്രാവശ്യം UDFൻ്റെ LDF സ്ഥാനാർത്ഥി മത്സരിച്ചു. ഷാജിക്കറിയാം. തെന്മലയിൽ 38 വർഷമായി UDF മാത്രം ജയിച്ചിരുന്ന വാർഡിൽ ഒരൊറ്റ ദിവസം ഞാൻ വോട്ട് ചോദിച്ചത്, ഒറ്റ ദിവസം 2 മണിക്കൂറാണ്. ഒരു റോഡ് ഷോ ആണ്, 2-2.5 മണിക്കൂർ. ചെറിയ കുട്ടിയാണ്, 19 വയസ്സുള്ള പെൺകുട്ടിയാണ് മത്സരിച്ചത്. BJPയും കോൺഗ്രസിലെ UDFനെ എല്ലാം പുറത്തിറങ്ങി 38 വർഷത്തിന് ശേഷം ആ വാർഡിൽ 1056 വോട്ടിന് ആ കൊച്ചു ജയിച്ചു. ആ കൊച്ചുകുട്ടി. ഞാൻ പറഞ്ഞത് ഒന്നേ ഉള്ളൂ, എൻ്റെ മകളെപ്പോലെയാണ് ഇവളെ നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞു. കൊച്ചുകുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് LDF ഉള്ളവർ പറഞ്ഞു, സാറേ കൊച്ചാന്ന് പറയില്ലേ സാറേ, കൊച്ചാന്ന് പറഞ്ഞാൽ അവർ പ്രചരിപ്പിക്കുന്ന മുഴുവൻ. ഞാൻ പറഞ്ഞു, കൊച്ചാ, എൻ്റെ മോളെപ്പോലുള്ളവരെ സഹായിച്ചേക്കാൻ പറഞ്ഞു. 58 വോട്ടിന് ആ കൊച്ചു ജയിച്ചു. ചരിത്രം മാറ്റി എഴുതുകയായിരുന്നു, ചരിത്രം. അതുകൊണ്ട് വളരെ നിങ്ങൾ പറയുന്നു, ജീവിച്ചിരിക്കുന്ന ബാലകൃഷ്ണപിള്ള സാറിനേക്കാൾ കരുത്തുള്ള ബാലകൃഷ്ണപിള്ള സാറിൻ്റെ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ കരുത്താണ് ഏറ്റവും വലുത്. അത് നിങ്ങളുടെ മനസ്സിലുണ്ട്. ബാലകൃഷ്ണപിള്ളയെ സ്നേഹിക്കുന്ന ഓരോരുത്തരും, പ്രിയപ്പെട്ട അരുൺകുമാറിനെയും മുകേഷിനെയും. അദ്ദേഹത്തിന് ഒരുപാട് ബന്ധങ്ങളുള്ള സ്ഥലമാണ് ചവറ, കൊല്ലം, ഒരുപാട് ബന്ധങ്ങളുള്ളതാണ്. ആ ഭാഗങ്ങളിൽ മുകേഷാണ്. ആ ബന്ധങ്ങൾ ഒരു ദിവസമെങ്കിലും ബാലകൃഷ്ണപിള്ള സാറിനെ കാണുകയും അദ്ദേഹത്തിൻ്റെ സ്നേഹവും സഹായവും ഒക്കെ നേടാൻ കഴിഞ്ഞവരാണ് ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാർ. അവരോർക്കുക, നിങ്ങളെ സ്നേഹിച്ച, നിങ്ങളെ വാത്സല്യത്തോടെ കണ്ട, നിങ്ങളെ മക്കളെപ്പോലെ കണ്ട ബാലകൃഷ്ണപിള്ള സാറിൻ്റെ ആത്മാവിന് വേണ്ടി നിങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ഈ 2 ചെറുപ്പക്കാരെയും വൻ ഭൂരിപക്ഷത്തോടെ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അയക്കണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ചിഹ്നമൊന്നും നേതാക്കളോട് പറയേണ്ട കാര്യമില്ല. മുകേഷിന് അരിവാൾ ചുറ്റിയ നക്ഷത്രം, അരുണ് അരിവാൾ നിൽക്കുന്നതിനടയാളത്തിൽ. പരിപൂർണ്ണ സംസ്ഥാന നേതാക്കളില്ല, എല്ലാവരും ബൂത്ത് തല നേതാക്കളേ ഉള്ളൂ എന്ന പ്രഖ്യാപനം ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഇവരേവരെയും നമ്മുടെ വൈദികയിൽ വന്ന അവരെ 2 സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്കവരെ സ്വീകരിക്കാം. നന്ദി, നമസ്കാരം, ജയ്.